ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. ബി ഹൗസിൽ രണ്ടടുക്കള. അതായത് നമ്മുടെ ജസിൽ ആലു പൊറോട്ട കഴിച്ചതിനെ തുടർന്നാണ് വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചെന്നാണ് ജസിന് അവകാശപ്പെടുന്നത്. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് കരിഞ്ഞു മുരിഞ്ഞ ദോശയാണ് ഈ 3-4 ദിവസമായിട്ട് കൊടുക്കുന്നത്, അതും ഗോതമ്പ് ദോശ. ഇവർക്ക് വേറെയുള്ള ഐറ്റംസ് വെക്കാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. കാരണം ജസലിൻ്റെ വിചാരം ജസലിന് ഒരു കുക്കിങ്ങിൻ്റെയൊക്കെ പാഠം ഇവിടുന്ന് പഠിച്ചിട്ട് പോകാമെന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെയാണ് അവിടെ നിൽക്കുന്നതും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അവിടെ നമ്മളുടെ ബിൻസിയുണ്ട്, പിന്നെ വേറൊരു കോഴിക്കോടുള്ള നമ്മുടെ എന്താ ബാത്തിമ, ബാത്തിമ തോന്നുന്നു പേരതാന്ന് തോന്നുന്നു, ആ പെൺകുട്ടിയുണ്ട്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കേട്ടോ. നമ്മൾ ഈ നാട്ടിൽ കുറേ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും ഫുഡുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. വീടുകളിലും ചില കുട്ടികൾ അത് വെക്കുന്നത്, ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു ഷോയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഈ ചോറ് കറി ഒക്കെ നിസ്സാരമായ കാര്യങ്ങളോടുള്ള കുറച്ചുണ്ട്, അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നോ ഇല്ലയെന്നാണ് എൻ്റെ ചിന്ത. ഒരു 20 പേരേ ഉള്ളൂ. അന്നേരം ആ 20 പേർക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ ഞാനിപ്പോൾ 3-4 ദിവസം കൊണ്ട് ഇവർ ഈ പുതിയ ടീം കയറിയ സമയം പോലെ ഞാൻ കാണുന്നുണ്ട്. ഇവർക്ക് സ്ഥിരം കൊടുക്കുന്ന ഒരു ഗോതമ്പ് ദോശയാണ്. ആദ്യത്തെ ദിവസം ദോശ കിട്ടിയാൽ വെന്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ബിന്നിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ദോശ വെന്തിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നും അവിടെ ദോശ തന്നെയായിരുന്നു. അത് വെച്ച് ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇവർ സ്ഥിരം ദോശയിൽ പിടിച്ച് നിൽക്കുകയാണ്. കാണാം, ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അപ്ഡേഷൻ അതാണ് കേട്ടോ. രണ്ടടുക്കള, അത് കുക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് വേറെ രീതിയിൽ, ചെയ്യാത്ത ആൾക്കാർക്ക് വേറെ രീതി. ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ് രണ്ടടുക്കള. രണ്ടടുക്കള എന്തൊക്കെ കാണണം നമ്മളല്ലേ. ഓക്കെ.